വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ ആരോട് വേണമെങ്കിലും സഹകരിച്ചോളൂ. പഠിച്ചവനെ പറയുന്നത് വെറുതെ പറയല്ല, നിർദ്ദേശമായിട്ട് പറയാ. എന്താ പറയുന്നത്? നന്മ ചെയ്യുന്നുണ്ടോ ആരുടെ കൂടെയും കൂടിക്കൊള്ളൂ. ഏത് കൊടിയാണെങ്കിലും അവരെ പിന്നാലെ കൂടിക്കൊള്ളൂ. പക്ഷേ ശത്രുത പറയുന്നവരാണോ, മനുഷ്യനെ വെറുക്കാൻ പറയുന്നവരാരാണോ, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങണം. വലാ തആവനു, അവരോട് സഹകരിക്കാനേ പാടില്ല. നമ്മുടെ മതപരമായ ബാധ്യതയുമാണ്, മാനവികമായ ബാധ്യതയുമാണ്. ഫിറാഖ് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. വളരെ ഗംഭീരമായൊരു ചിത്രമാണ്. ഒരേ നാട്ടിൽ താമസിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ്, പാവങ്ങളാണ് എല്ലാവരും. പക്ഷെ അവരുടെ ഇടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയാണ്. വർഗീയ കലാപം ഉണ്ടായിട്ട് ഒരു സമൂഹത്തെ മറ്റുള്ളവരൊക്കെ പാടെ എന്ത് ചെയ്യാണ്? വേട്ടയാടുകയാണ്. പോലീസും അവരൊക്കെ വേട്ടയാടുക. ആ കൂട്ടത്തിൽ നിന്ന്, വേട്ടയാടപ്പെടുന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരാൾ അയാളുടെ മകൻ്റെ കൈ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പതുങ്ങി രക്ഷപ്പെടുകയാണ്. പോലീസ് കാണാതെ, ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ പോലീസ് കാണാതെ ഇങ്ങനെ മകൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാപം മനുഷ്യൻ്റെ തലയിലേക്ക് ഒരു അമ്മിക്കല്ല് വന്ന് വീഴുന്നുണ്ട്. 8 വയസ്സുകാരനായ മകൻ്റെ മുന്നിൽ വെച്ച് ആ ആൾ മരിച്ചു. ആരാ അമ്മിക്കല്ലിട്ടത് എന്നറിയോ? പഴയ അയൽവാസിയാണ്. തർക്കം വേണ്ട, വെറുപ്പ് വേണ്ട എന്ന് വെറുതെ പറയുന്നതല്ല. രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒച്ചത്തിലിട്ടിട്ട് വെറുപ്പിൻ്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാതിലേക്ക് കൊടുക്കരുത് എന്ന് വെറുതെ പറയുന്നതല്ല. വെറുപ്പ് ശത്രുതയുടെ ഭാഷയാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഞാൻ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. എങ്ങനെ? നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ. അതാണ് ഒരാളുടെ മിടുക്ക്. അതിൻ്റെ പേര് സംവാദം എന്നാണ്. ഇന്ന് സംവാദങ്ങളില്ല, ഇന്ന് വിവാദങ്ങളും തർക്കങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. അതാണ് മിടുക്ക്. മറ്റത് തർക്കമാണ്. തർക്കത്തിന് ശത്രുതയുണ്ടാവും, വെറുപ്പേ ഉണ്ടാവും, മനുഷ്യർക്കിടയിൽ പകയും വിദ്വേഷമേ ഉണ്ടാവും. നമുക്ക് മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ ഒരാൾക്ക് മനസ്സിലാവലാണ്. കാരണം നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ. അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന ചിലതുണ്ട്. അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ. ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട്. അതിൻ്റെ പേര് പുറംകാഴ്ചകൾ എന്നാണ്. പുറംകാഴ്ചകൾ 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഭയങ്കര രസമാണത്. ഒരു ബസ് ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്ന സമയത്ത് ആ ബസ്സിലേക്ക് ഒരാൾ കയറി വരിക. ഇയാൾ കയറി വന്നതോടുകൂടി ആ ബസ്സിൻ്റെ എല്ലാ സമാധാനവും ഇല്ലാതായി. കാരണം ഇയാൾ ഭയങ്കര ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. ആ ബസ് പല സ്ഥലത്തും നിർത്തുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബസ്സുകാരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് അയാളോട് എന്തോ ചോദിക്കുമ്പോൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട്. കോളേജ് കുട്ടികൾ വളരെ ചില്ലായിരിക്കുമല്ലോ, ജോളിയായിരിക്കുമല്ലോ. അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കുട്ടികൾ ഉറക്കെ ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, പാട്ട് പാടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ചൂടൻ, എല്ലാവരോടും ചൂടൻ. ആ ബസ്സിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, എന്തൊരു ചൂടനാണ് ഈ മനുഷ്യൻ, ഏത് കാട്ടുന്നാണ് ഇയാൾ വന്നത് എന്നൊക്കെ ആ ബസ്സിലുള്ള ആളുകൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്ക് എന്താ മനുഷ്യന്മാരിഷ്ടമില്ലാത്തത് എന്നുള്ളൊരു. അങ്ങനെ പോയി ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് ബസ് നിർത്തുമെന്ന് ചോദിച്ചു. നിർത്തി കൊടുത്തു. അതും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾക്ക് ഭയങ്കര ദേഷ്യം. അവസാനം പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം. ആ ബസ്സുകാർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം നിയമം പറഞ്ഞ ആളല്ലേ, അപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിർത്തണം എന്നാണ് പറയുന്നത്, ഇവിടെ നിർത്താൻ പറ്റൂല എന്ന്. ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു, നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർ അറിയാതെ ബ്രേക്കിൽ ചൊട്ടിപ്പോയി. ബസ് നിർത്തി. ഇയാൾ ഇറങ്ങിയ സമയത്ത്
കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഏട്ടാന്ന് വിളിച്ചിട്ട് ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടാളുകളും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് ആ ബസ്സിന് പിറകിലായി ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ചൂടൻ ചൂടൻ എന്ന് ഇത്രയും നേരം അയാളെ വിളിച്ച മുഴുവൻ മനുഷ്യരും ആ ബസ്സിൽ നിന്ന് കുറ്റബോധത്തോടെ അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിമിഷം ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. ദേഷ്യമായിരുന്നില്ല, സങ്കടമായിരുന്നു. സങ്കടത്തിന് പുറത്തു വരാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഈ കല്യാണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും കല്യാണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പടച്ചവൻ എന്താ പറയുന്നത് അറിയാം നിങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഖുർആനിലെ വചനമാണത്, ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ വചനം. എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒന്നിക്കുന്ന രണ്ടാൾക്കാരോട് പടച്ചവൻ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് നിശ്ചയമായും പ്രണയം, സ്നേഹം. രണ്ടാമത്തെ എന്താണെന്നറിയോ? കാരുണ്യം. എന്തൊരു വാക്കാണ്, ആലോചിച്ച് നോക്കൂ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു. പടച്ചവൻ പറയാ, രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു. എന്താ പറഞ്ഞ്? ഉണ്ടാക്കി തരുന്നു. അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മളാ, അല്ലേ? അതേപോലെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതൊന്ന് സ്നേഹമാണ്, ഒന്ന് കാരുണ്യമാണ്. അതെടുത്ത് ചെലവഴിക്കേണ്ട ജോലി ആരുടെയാണ്? അവരുടെയാണ്. അത് പഠിച്ചവനല്ല ചെയ്യുക, അത് നമ്മളാ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവനും ഇപ്പോൾ ഒരു രണ്ടാളുകൾ വിവാഹിതരാകുന്നത് അവരുടെ 24-ാമത്തെ വയസ്സിലോ 26-ാമത്തെ വയസ്സിലോ ഒക്കെ ആയിരിക്കും. ഇനി അവർ ഒന്നിച്ചു കഴിയേണ്ടത് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ 2 ഇരട്ടിയെങ്കിലും കാലമാണ്, അല്ലേ? ഇത്രയും കാലം ജീവിച്ചതിൻ്റെ 2 ഇരട്ടി വർഷങ്ങളെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കണം. അപ്പം അവരുടെ ഇടയിൽ സ്നേഹം മാത്രം പോരാ, പിന്നെ ഒന്നുകൂടി വേണം. അതെന്താണ്? കാരുണ്യം. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാ. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാവാം, അവന് ശമ്പളം കുറഞ്ഞത് കൊണ്ടാവാം, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് കൊണ്ടാവാം, വിചാരിച്ചതുപോലൊന്നും ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ടാവാം, രോഗങ്ങൾ കൊണ്ടാവാം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം. എപ്പോഴും മനുഷ്യൻ ഇങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ അയാളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയുമൊക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ, കഴിഞ്ഞ മാസം പോലെയല്ല, ഈ മാസം വല്ലാത്ത വേദനയുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്നല്ലല്ലോ, അല്ലല്ലോ. അതായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ അവളുടെ പുരുഷനോട് വന്ന് പറഞ്ഞത്? വേറെ ചിലത് അവൾക്ക് ആവശ്യമുണ്ടായതുകൊണ്ടാണ്. സ്നേഹമല്ല അത് കാരുണ്യമാണ്.